ഹേ ഗായ്സ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇങ്ങനൊരു വീഡിയോ ഞാൻ ചെയ്യണമെന്ന് കുറേ വട്ടം വിചാരിച്ചിട്ട് ചെയ്തതാണ് കേട്ടോ. കുട്ടികളുടെയൊക്കെ പെർമിഷൻ എടുത്തിട്ട് ഞാൻ ചെയ്യുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ ഇഹിത്തിന് നമ്മൾക്ക് ഒട്ടും വയ്യാണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. പനി ഉണ്ടായിരുന്നു ലാസ്റ്റ് വീക്ക്. അപ്പോൾ പനി മാറിയതിന് ശേഷവും നല്ല കൺജഷൻ ഉണ്ടായിരുന്നു, നല്ല കോഫും കൺജഷനും ഉള്ളത് കാരണം ഞാൻ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. നമ്മൾ എമർജൻസി റൂമിലേക്കാണ് ഫസ്റ്റ് കൊണ്ടുവന്നത്. പക്ഷേ എക്സ്റേയിൽ ചെറിയ ഇൻഫെക്ഷൻ ഉള്ളത് കാരണം ചെറിയ ന്യൂമോണിയയുടെ സ്റ്റാർട്ടിംഗ് ആണെന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ അത് കാരണം നമുക്ക് PICUയിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നു. നമ്മളൊട്ടും ഒരു അഡ്മിഷന് വേണ്ടിയിട്ട് പ്രിപ്പയർഡ് ആയിട്ടല്ല വന്നത്. എന്നാലും അവൻ്റെ കണ്ടീഷൻ ബെറ്റർ ആവണ്ടേ, അപ്പോൾ അത് കാരണം നമ്മൾ PICUയിൽ അഡ്മിറ്റ് ചെയ്തു. അപ്പോൾ ഇഹത്ത് ഹോസ്പിറ്റലാണെങ്കിലും നമ്മളുടെ ഇമുവിന് ഒരു ചെറിയൊരു കോമ്പറ്റീഷൻ അറ്റൻഡ് ചെയ്യാനുണ്ടായിരുന്നു. ഒരു പെയിൻറ്റിങ് കോമ്പറ്റീഷനാണ്. അപ്പോൾ അവൾക്ക് വലിയ ആഗ്രഹമായിരുന്നു ഇത് അറ്റൻഡ് ചെയ്യാൻ. അവളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ കൊച്ചി വാട്ടർ മെട്രോ ടെർമിനലിൽ വെച്ചിട്ടായിരുന്നു, മെറീൻ ഡ്രൈവിൽ. അപ്പോൾ കൊച്ചി മെട്രോ ഓർഗനൈസ് ചെയ്ത കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒത്തിരി കുട്ടികളുണ്ടായിരുന്നു കേട്ടോ. എനിക്കൊന്ന് കൊച്ചിൻ എറണാകുളം ഡിസ്ട്രിക്റ്റിൽ നിന്ന് ഒത്തിരി കുട്ടികൾ പങ്കെടുത്ത ഒരു പെയിൻറ്റിങ് കോമ്പറ്റീഷനായിരുന്നു. അപ്പോൾ രാവിലെ ഞങ്ങൾ ഇതിന് വന്നു. അപ്പോൾ ഇഹിത്ത് ഹോസ്പിറ്റലാണ് സ്റ്റിൽ. എൻ്റെ അച്ഛൻ വന്നിട്ടുണ്ട്. അപ്പം അച്ഛനാണ് അവൻ്റെ കൂടെ ഹോസ്പിറ്റലുള്ളത്. ഞാൻ ഉൾപ്പെടെയുള്ള പല അമ്മമാരും ചെയ്യുന്നൊരു കാര്യമാണ്, കുട്ടികൾക്ക് ചെറിയ അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഹോം റെമഡീസ് ഭയങ്കരമായിട്ട് ഡിപ്പെൻഡ് ചെയ്യും. അതെപ്പോഴും വർക്ക് ചെയ്യണം എന്നില്ല. അപ്പം പിന്നെ അമ്മമാർക്കൊരു ഇൻറ്റ്യൂഷൻ ഉണ്ടാവുമല്ലോ, ഇത് നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല എന്ന് മനസ്സിലാവുന്ന ആ ഒരു മൊമെൻറ്റിൽ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ നോക്കുക. പ്രത്യേകിച്ച് ഇത്തവണ നമ്മൾ ന്യൂസിലൊക്കെ കുറേ കാണുന്നുണ്ട്, ഒത്തിരി വൈറൽ ഇൻഫെക്ഷൻസും കാര്യങ്ങളൊക്കെ സ്പ്രെഡ് ചെയ്യുന്നൊരു ടൈമാണ്. അപ്പോൾ കുട്ടികളുടെ കേസ് പ്രത്യേകിച്ച് വരുമ്പോൾ നമ്മൾ ചാൻസസ് എടുക്കാതിരിക്കുക. ഇത്രയും നല്ലൊരു മെഡിക്കൽ സിസ്റ്റം നമ്മൾക്ക് കേരളത്തിൽ അവൈലബിൾ ആണ്. എനിക്കൊന്ന് ലോകത്ത് തന്നെ ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിക്കൽ സിസ്റ്റം അവൈലബിൾ ആയിട്ടുള്ള സ്ഥലം ഇന്ത്യയിലാണ്. അതുപോലെ തന്നെ പ്രത്യേകിച്ച് കേരളത്തിൽ. അപ്പോൾ ഇത്രയും നല്ലൊരു ഫെസിലിറ്റി നമുക്ക് ഈസിലി ആക്സസിബിൾ ആയിട്ടുള്ളൊരു സിസ്റ്റം ഉള്ളപ്പോൾ നമ്മൾ അത് മാക്സിമം നമ്മൾ യൂസ് ചെയ്യാൻ നോക്കുക. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ, എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് ഏറ്റവും കൂടുതൽ നല്ല ഹോസ്പിറ്റൽ കെയറും അതുപോലെ തന്നെ ഡോക്ടേഴ്സ്, കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച ഡോക്ടേഴ്സ് ഉള്ളൊരു സ്ഥലമാണ് ആസ്റ്റർ മെഡ് സിറ്റി. അപ്പോൾ ഞാൻ തന്നെ ഇവിടെ എൻ്റെ അസുഖങ്ങൾ വന്നപ്പോഴൊക്കെ ഞാനിവിടെ അഡ്മിറ്റഡ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ റീസെൻ്റ്ലി അമ്മയ്ക്കൊരു തൈറോയിഡിൻ്റെ സർജറി ഉണ്ടായിരുന്നു. എവറി ടൈം ഏറ്റവും ബെസ്റ്റ് കെയർ, ഏറ്റവും ബെസ്റ്റ് നോളജബിൾ ഡോക്ടേഴ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ആസ്റ്ററിൽ തന്നെയാണ്. അപ്പോൾ ആ ഒരു വിശ്വാസം എപ്പോഴും ഉണ്ട്. സോ ഇഹിത്തിൻ്റെ കാര്യം വന്നപ്പോഴും നമ്മളിവിടെ തന്നെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. നേരത്തേനെ അപേക്ഷിച്ച് ഇപ്പോൾ ഇവിടെ ഭയങ്കര തിരക്കാണ്, എസ്പെഷ്യലി OPയിലൊക്കെ. ഏകദേശം 1.5 days PICയിൽ കിടന്നതിന് ശേഷം എന്തായാലും താങ്ക്ഫുള്ളി ഞങ്ങൾ പെയിൻറ്റിങ് കോമ്പറ്റീഷനൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ അച്ഛൻ പറഞ്ഞു അവനെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ റൂം കിട്ടാനും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്തായാലും അവൻ്റെ കണ്ടീഷൻ കുറേ ബെറ്റർ ആയിട്ടുണ്ട്. ആൻറ്റിബയോട്ടിക്സിലാണ് ഇപ്പോഴും. Where is the patient? അയ്യോ, പേഷ്യൻ്റ് ഇവിടെ എണീറ്റൊക്കെ നടക്കുന്നു ആണോ? അപ്പോൾ എന്തായാലും ഡോക്ടർ റൗണ്ട്സിന് വന്നപ്പം ഇഹത്തിൻ്റെ കണ്ടീഷൻ ഒത്തിരി പ്രോഗ്രസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് ഓറലി ആൻറ്റിബയോട്ടിക്സ് കണ്ടിന്യൂ ചെയ്താൽ മതി. മിക്കവാറും ഇന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്യുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇപ്പോൾ ദേ ലഞ്ച് ടൈം ആയിട്ടുണ്ട്. പേഷ്യൻ്റിനുള്ള ലഞ്ചൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഹൗ ആർ യു നൗ അക്ക? Very good. My choma and my funny went away. ഇതെന്തോ ഈ കൈ ഇരിക്കുന്നത്? ലുക്സ് വെരി സ്കേറി. It's Mecha King Ghidorah. King Ghidorah? Yeah, the third most biggest, the strongest titan in the world. Titan? Yes, it's a titan. The first, I'll tell you the top 5 most powerful titans. 5 would be Kong, and 4th, I think that would be Destroyer. No. Destroyer.
will be second. Fourth will be scroll. No, no. I thought maybe destroyer can be in fourth, and third it's Ghidorah, and second will be Shimo, and first would be the involved Godzilla. ഇതൊക്കെ എന്ത് എനിക്ക് കണ്ടിട്ട് മനസ്സിലാവുന്നില്ലല്ലോ. വാട്ട് ഇസ് ദിസ്? ലൈക്ക് ഇറ്റ്സ് എ ഗോഡ്സില്ല. It's a three-headed kaiju. Three-headed Kaiju. kaiju. This was released like in the olden times. It's from a movie, yeah? That's from a movie. Actually, You won the painting competition ഒക്കെ പോയി. Smart girl. I got You got a she got a gift kit and all that. what is that? I don't know. show you. No, it's in the car. No, yeah, this is the car. And we bought you lace. Lace alla, little hearts. No, and lace. Little hearts. Where's the lace? Lace കൊണ്ടൊന്നുമില്ല. There's some chocolates and little hearts. Chocolates. ഒന്നും കഴിച്ചൂടാ. You're supposed to take care of your And we bought your a small packet of lace. your health, right? What? How was your experience with the doctors and in the PICU? PIC? Like, I'll rate it 9.5 out of 10. 9.5. Why do you like it? I like it because everyone was kind and everyone was helpful. ആരായിരുന്നു most helpful? I don't know. Did you ask the chichi's names there or the doctor's name? No. No, that's bad, Hit. Everybody was so kind to you. You still didn't ask their names. I forgot. That's bad. Mama. Like, you were there in the hospital for like 3 days. Did you get bored? No, I had this TV. You had the TV. Oh, okay. And also I was like, Did you miss school? no. No. It's better being here. Oh, it was better being here. So you like Astor now? Yeah. Do you want to get admitted again? I'll just try be sick again. Oh, that's bad. No. I'll try. Pretend sickness. I'll pretend I'm sick. Then I get admitted. No, you're not doing that. Or he could like നല്ല ക്ലീൻ ആൻഡ് ഹൈജീനിക് നല്ല ഫെസിലിറ്റി ഉള്ള റൂമാണ് കേട്ടോ. വാഷ്റൂമൊക്കെ കണ്ടില്ലേ, നല്ല സ്പേഷ്യസ് ആണ്, പേഷ്യൻ്റ് ഫ്രണ്ട്ലി ആണ്. അതുപോലെ തന്നെ ഇവിടെ എല്ലാ സപ്ലൈസും ഉണ്ട്. നമ്മളിപ്പോൾ സാധാരണ ഹോസ്പിറ്റലിൽ വരുന്ന പോലെ നമ്മൾ എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്ത് വരേണ്ട ആവശ്യമൊന്നുമില്ല. മിക്ക സാധനങ്ങളും ഇവിടെ തന്നെ ഉണ്ട്. പേഷ്യൻസിൻ്റെ ക്ലോത്ത്സൊക്കെ ഇവിടെ നിന്ന് തന്നെ കൊടുക്കും. ഹേയ്, അപ്പോൾ നല്ല ടയേർഡാണ്. കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ഹോസ്പിറ്റലും വീടും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഓടുമായിരുന്നു. ഇപ്പോൾ എന്തായാലും ഇന്നത്തോടുകൂടി ഡിസ്ചാർജ് കിട്ടും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആദ്യത്തെ ഒരു 2 days PICUലായിരുന്നു. സാധാരണ നമ്മളങ്ങനെ ചെറിയ പനിക്കൊന്നും അങ്ങനെ ഹോസ്പിറ്റലിൽ നമ്മളങ്ങനെ ഡിപ്പെൻഡ് ചെയ്യാറില്ല. മാക്സിമം നമ്മൾ വീട്ടിൽ എന്താ പറയുക, ഒരു ഹോം ക്യൂർ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ചിട്ട് മാനേജ് ചെയ്യുകയാണ് സാധാരണ ചെയ്യുന്നത്. പക്ഷേ ഇത്തവണ കുറച്ച് കയ്യിൽ നിന്ന് പോയി. ആദ്യത്തെ 2 ദിവസം നമ്മൾ നല്ല എന്താ പറയുക, ചുക്ക് കാപ്പിയും അതൊക്കെ കുടിച്ച് അങ്ങനെയൊക്കെ കുറച്ച് മാനേജ് ചെയ്തു. അപ്പോൾ സാധാരണ അതൊക്കെ വെച്ചിട്ട് ഇവർക്ക് ക്യൂർ ആവുന്നതാണ്. പക്ഷേ ഇത്തവണ നമ്മൾക്ക് ഹോസ്പിറ്റലിൽ വരേണ്ടി വന്നു. അപ്പോൾ പല ടൈപ്സ് ഓഫ് പനി ഉണ്ടല്ലോ, അപ്പോൾ എന്താണെന്നൊന്നും അറിയത്തില്ല. ഇവിടെ വന്ന് പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ ചെയ്തു. അപ്പോൾ അവന് ചെറിയ രീതിയിൽ ഒരു ന്യൂമോണിയയുടെ സ്റ്റാർട്ടിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് PICU അഡ്മിഷൻ വേണം എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ അത് ചെയ്തു. അപ്പോൾ 2 ദിവസം PICUലായിരുന്നു. ബട്ട് ഗുഡ് തിങ് ദാറ്റ് ഇവിടെ തന്നെ കൊണ്ടുവരാൻ പറ്റിയത്, അല്ലെങ്കിൽ ചിലപ്പോൾ വേഴ്സ് ആയിപ്പോയാൽ. ബ്രീത്തിങ് ഒക്കെ കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. സോ ഹോപ്പ്ഫുള്ളി ഇന്ന് നമുക്ക് എന്താ പറയുക, ഡിസ്ചാർജ് കിട്ടുമെന്ന് തോന്നുന്നു. ലെറ്റ്സ് സീ. ഞങ്ങളെല്ലാവരും ഭയങ്കര ടയേർഡാണ്. that's a cat. He's sleeping, guys.
വേദന എടുക്കത്തില്ല. ഗുഡ് ബോയാ. ഇത് ഇട്ട സമയത്ത് പറഞ്ഞാൽ ഇറ്റ് വാസ് വെരി ഈസി എന്നാ പറഞ്ഞത് അല്ലേ? ഇതില് സൂചിയൊന്നുമില്ല. ഊരുമ കാണിച്ചു തരാം. ഡു യു നോ അതിനെന്താ പറയുന്നതെന്നറിയോ? വാട്ട് ഡു യു കോൾ ദാറ്റ്? നോ നോ. സിസ്റ്ററിൻ്റെ അടുത്ത് ചോദിച്ചേ, അറിയാൻ പറ്റും. ഇതിനെ പറയണ കാനഡ. കാനുല. കാനഡ അല്ല, പോടുന്നു. കാനുല. അതിനെടുക്കണ്ടാവും. അത്രേ ഉള്ളൂ. ഇതിനെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തെങ്കിലും സ്കൂളിൽ ഒരു 2 more days പോകുന്നില്ല എന്ന് വെച്ചു. കാരണം വെനസ്ഡേ ഇനി ഒരു റിവ്യൂ ഉണ്ട് ഡോക്ടറിൻ്റെ അടുത്ത്. അപ്പോൾ അതും കൂടെ കഴിഞ്ഞിട്ട് സ്കൂളിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇമോൻ്റെ ക്ലാസ് പ്രോഗ്രാം നടക്കുന്നുണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഏർലി മോർണിംഗ് 7:30 ഇവരുടെ അസംബ്ലി ടൈം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്കൂളിൽ വന്നേക്കാണ്. ഇതിപ്പോൾ വെനസ്ഡേ ആയിട്ടുണ്ട്. ഇതിൻ്റെ റിവ്യൂ ഡേ ആണ്. അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് വന്നേക്കുവാണ്. Are you nervous? No. What is the football match that you're following right now? Copa America. Copa America. Okay. Who are your favorite players? Neymar, Messi, Ronaldo, Bellingham. What is that for? For muscles? Yes. ഇവിടെ പാരഗണിൻ്റെ തന്നെ ഒരു ഫുൾ ഫ്ലെജ് റെസ്റ്റോറൻറ്റും അതുപോലെ തന്നെ ഒരു കാഫേ, പിന്നെ ഒരു ചെറിയൊരു ടീ സ്റ്റോൾ, പിന്നെ റെഡ് ബബിൾ കാഫേയുടെ ഒരു പോയിന്റ്, ഇതെല്ലാം ഉണ്ട്. എങ്കിലും ഭയങ്കര തിരക്കാണ്. അതുപോലെ തന്നെ വാലി പാർക്കിംഗ് ഒക്കെ ഉണ്ടെങ്കിലും ഇവിടെ എപ്പോഴും നല്ല ട്രാഫിക് ബ്ലോക്കാണ്. ഇതിൻ്റെ റിവ്യൂ ഒക്കെ കഴിഞ്ഞു. ഹീസ് ഓൾ റൈറ്റ്. കുറച്ച് വൈറ്റമിൻ ഡെഫിഷ്യൻസിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനുള്ള കുറച്ച് വൈറ്റമിൻ മെഡിസിൻസ് തന്നിട്ടുണ്ട്. അത് മാത്രമേ ഉള്ളൂ. റെസ്റ്റ് ഓൾ ഗുഡ്. ഇഹത്തിനുമാർക്ക് ഇപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കുക്കിങ്ങിൽ. അപ്പോൾ അവരെന്നെ ചെറിയ രീതിയിൽ കിച്ചണിലൊക്കെ ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. Very good. Here's my first
chapati. It went really good. This is my second chapati. My mother helped me to roll it, and I put it inside there. തിരിച്ചിടാൻ ടൈമായോ? Yeah, a little bit. Let's just do it in the first. കൈയൊന്നും പോരുത്. Two. ആ ഗുഡ് ജോബ് ഇമു. There.